നമസ്കാരം. നാളെ ഏപ്രിൽ 8. നാളെയാണ് മഹാസൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്നത്. 150 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം മഹാസൂര്യഗ്രഹണം എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഗ്രഹണശേഷം അവരുടെ ജീവിതത്തിൽ ആരംഭിക്കും എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ വിശേഷാൽ ഗ്രഹണ പൂജകളുണ്ട്. ആ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഗ്രഹണശേഷം സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളർച്ച വന്നു ചേരുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ കുടുംബ സൗഖ്യം വർദ്ധിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണ ഏറുന്നതായ സമയമാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സന്താന ശ്രേയസ് വർദ്ധിക്കുന്നതാണ്. സൽഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭൗതിക രംഗത്തും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും. കൂടാതെ ഇവരുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. എന്നാൽ അശ്രദ്ധ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇവർക്ക് സൃഷ്ടിക്കുന്നതാണ്. അതിനാൽ അശ്രദ്ധ ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ചെയ്യുന്നതായ പ്രവർത്തികളിൽ നേട്ടങ്ങൾ ഇരട്ടിക്കുന്ന സമയം കൂടിയാണ്. ഭാഗ്യം അനുകൂലമായി മാറും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പദവികൾ പോലും ലഭിക്കുന്നതായ സമയമാണ്. പല രീതിയിലുള്ള വിഷമങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ്. സമയം എടുക്കുന്ന തീരുമാനങ്ങൾ ഇവർക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും. എന്നാൽ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കണം. ഒരിക്കലും എടുത്തു ചാടി ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായുള്ള പിണക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായുള്ള പിണക്കങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കും. ധനപരമായ വിഷമങ്ങൾ മാറി ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. ഈ സമയം ദുർബോധനകൾക്ക് വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മക്കളുടെ ശ്രേയസ് വർദ്ധിക്കുന്നതായ സമയമാകുന്നു. മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. മംഗളകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. കാര്യസിദ്ധി വന്നു ചേരുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്നത് ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു. ആത്മവിശ്വാസം പോലും വർദ്ധിക്കും. തടസ്സങ്ങളെ അവഗണിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ഇഷ്ടദേവതയെ ഈ സമയം ആരാധിക്കുക. കൂടാതെ പരമശിവനെയും ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് സ്ഥാനലബ്ധി, ആത്മവിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതായ സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. പല കാര്യങ്ങളിലും ഉയർന്ന വിജയങ്ങൾ തന്നെ നേടുവാൻ സാധിക്കും. ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുരോഗതി വന്നു ചേരും. ആലസ്യം ജീവിതത്തിൽ നിന്നും അകലുകയും മനസ്സ് പ്രവർത്തന സജ്ജമായി മാറുകയും ചെയ്യും. കുടുംബത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾക്ക് സാമാന്യമായ പുരോഗതി വ്യാപാരത്തിലും മറ്റു കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ച സഹായധനം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതായ മറ്റ് സഹായങ്ങൾ സിദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അതെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക.
ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിത്യവും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് പറയാം. പ്രതിസന്ധികളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതായ അവസരം എന്നതാണ് വാസ്തവം. ഊർജവും സമയവും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ചെറിയ തോതിലാകും നേട്ടങ്ങൾ വരിക, പിന്നീട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഈ സമയം പല കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ ധനവിനിയോഗത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. പ്രതികരണങ്ങൾ, സംസാരം എന്നിവ കരുതലോടെ തന്നെ വേണം എന്ന കാര്യവും ഓർക്കുക. പുതിയ സംരംഭങ്ങൾ അനുകൂലമാണ്. ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി നേടുവാനുള്ള ശ്രമം വിജയിക്കും. എന്നിരുന്നാൽ പോലും ജോലി ഉപേക്ഷിക്കാതെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ജോലി നോക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ സമയം നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാണ്. പുതുവഴികളിലൂടെയും ധനം വന്നു ചേരുന്നതായ സമയം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം പല രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നും മറ്റുള്ളവർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കും. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും പണം കൈവശം എത്തുന്നതാണ്. ഈ സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കും തെല്ല് ആശ്വാസം ലഭിക്കുന്നതായ സമയമാണ്. ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും. പദവിയിൽ ഉയർച്ച നേടാം. ആത്മവിശ്വാസം വർദ്ധിക്കും. കൂടാതെ സാഹസങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ യാത്രകൾക്ക് സാധ്യത കൂടുതലാണ്. പിണങ്ങിയവർ വീണ്ടും ഇണങ്ങുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് അഭിവൃദ്ധി വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. പല രീതിയിലുള്ള തടസ്സങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പ്രയത്നം വർദ്ധിപ്പിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും അർഹിക്കുന്നതായ പ്രതിഫലം ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം പുതിയ സുഹൃത്തുക്കളെ പോലും ലഭിക്കാം. കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കലഹങ്ങളും തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വാസന വർദ്ധിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതുമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് വ്യാപാരം, കച്ചവടം, അതല്ല ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടും ആദായം വന്ന് ചേരാവുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ചുമതലകൾ ലഭിക്കും. നാട്ടിലേക്ക് പോകുവാൻ, അതായത് വിദേശത്തുള്ള വ്യക്തികളാണ് എങ്കിൽ നാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ സാധ്യമാകുന്ന അവസരമാണ് ഇത്. കുടുംബത്തോടൊപ്പവും അല്ലാതെയും യാത്രകൾക്ക് സാധ്യത കൂടുതലാണ്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതിനാൽ ഈ സമയം പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെ വേഗം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച, ലാഭം വർദ്ധിക്കാവുന്നതാണ്. ചെറു യാത്രകൾ ചെയ്യേണ്ടതായി വരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം ന്യായമായ ആവശ്യങ്ങളെല്ലാം നടന്നു കിട്ടും എന്ന കാര്യവും ഓർക്കുക. പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ധനസഹായം ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ ചെയ്യുന്ന ജോലികളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വരുമാനത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ആദായം വളരെയധികം വർദ്ധിക്കും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാണ്. കൂടാതെ ഈ സമയം നിലവിലെ ജോലിയിൽ പുരോഗതി ഇവർക്ക് വന്നു ചേരും. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശംസിക്കുവാൻ സാധിക്കുന്നതായ കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടാതെ ഇഷ്ടദേവതയെ ഭജിക്കുന്നതും
പരമശിവനെ നിത്യവും ഭജിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ തീർച്ചയായും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹണശേഷം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. വരുമാനത്തിലെ തടസ്സങ്ങൾ നീങ്ങും. ഈ സമയം ആദായം നിങ്ങൾക്ക് വർദ്ധിക്കും. മനോബലം വർദ്ധിക്കുന്നതാണ്. കൂടാതെ ജോലിയിൽ പുരോഗതി വന്ന് ചേരുന്ന സമയമാണ്. പല കാര്യങ്ങളിലും മാറ്റം പ്രകടമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർത്തിരിക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. പല കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. അഭിമാനിക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അധ്വാനം വളരെയധികം വില മതിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. ആദായം വർദ്ധിക്കുക തന്നെ ചെയ്യും. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും സന്തോഷിപ്പിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങളും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കും. അതിനാൽ തന്നെ ധനപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഇവർ ഓർക്കേണ്ടതായിട്ടുണ്ട്. അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് ചേരുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം ഔദ്യോഗികമായി പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങളും വന്ന് ചേരുന്ന സമയമാകുന്നു. വ്യക്തിപരമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ മെച്ചം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ചെറിയ കടങ്ങൾ പോലും വീട്ടുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ഇവർ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. വാഹനം, വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങളെ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും കടന്നു വരും എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. ഈ സമയം ധനപരമായ നേട്ടങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. വിജയങ്ങൾ അതിനാൽ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് അയവ് വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. തീർച്ചയായും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂടാതെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും നിത്യവും ഭഗവാനെ ഭജിച്ച് മുന്നോട്ട് പോകുന്നതും ശുഭകരമാണ്. കൂടാതെ ഇവർ ഒരു കാര്യം കൂടി ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടദേവതയെ കൂടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഈ സമയം പ്രശംസിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങളാണ് വന്നു ചേരുക. പഠനത്തിൽ മുന്നേറുവാൻ സാധിക്കും. പല കാര്യങ്ങളും ഇവർക്ക് സുഗമമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഭൗതികമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. കൂടാതെ ശത്രുക്കളെ നിശബ്ദരാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗാർഹിക ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പല രീതിയിലുള്ള ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അത് അവസാനിച്ചിരിക്കുന്ന സമയമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പ്രയോജനമുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുക്കാൻ പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ആസൂത്രണം ചെയ്ത കാര്യങ്ങളിൽ
അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും, അഥവാ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും. തന്മൂലം ധനപരമായ നേട്ടവും സ്വീകാര്യതയും അതേപോലെ തന്നെ ഇവരുടെ പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ്. കുടുംബപരമായി എല്ലാ കാര്യങ്ങളും അനുകൂലമായി മാറ്റുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പരമശിവനെ നിത്യവും ഭജിക്കുന്നതും കൂടാതെ ഇഷ്ടദേവതയെ ഭജിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. പല നാളുകളിലായി തുടർന്നു പോരുന്ന തടസ്സങ്ങൾ ഒട്ടുമിക്കതും നീങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അഭിമാനിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അധ്വാനം വിലമതിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും മികവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ സന്ദർഭങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. പിണക്കങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കും. അവരെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല സംരംഭങ്ങളിലും വിജയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സഹായമായും പോലും ധനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശത്രുക്കളെ നിശബ്ദരാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഗാർഹിക ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം അഭിനന്ദനങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ധനസ്ഥിതി മോശമാകില്ല എന്ന കാര്യം ഓർക്കുക. വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. മനോബലം വർദ്ധിക്കുന്നതാണ്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പരമശിവനെ നിത്യവും ഭജിക്കുന്നതും ഇഷ്ടദേവതയെ നിത്യവും ഭജിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. പല കാര്യങ്ങളിലും മികവ് കാട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കലാകായിക മേഖലകളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനസ്ഥിതി വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്ഥാനോന്നതിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. തീർച്ചയായും പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ആത്മശക്തി വർദ്ധിക്കുന്ന സമയമാണ്. ഈ സമയം ശത്രുക്കളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പല രീതിയിലുള്ള തർക്കങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മിടുക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ അഥവാ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം കാലം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. വിവാഹാലോചനകൾ പോലും അനുകൂലമായി ഭവിക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനക്ലേശം കുറയുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറുകിട കച്ചവടക്കാർക്കും ആദായം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും.
മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അഭിമാനം, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിൽ പോലും ലഭിക്കാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിലവിലെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ജോലിക്ക് ശ്രമിക്കരുത്. നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്നത് ശുഭകരം തന്നെയാണ്. മനോബലം വർദ്ധിക്കുന്നതായ അവസരം. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. കൂടാതെ ഇഷ്ടദേവതയെ കൂടി പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ഭവിക്കും.